പോയിക്കൊണ്ടിരിക്കുന്നത് കൽബ മാംഗ്രൂവ് ഫോറസ്റ്റിലേക്കാണ്. ഡെസേർട്ടിന്റെ നടുക്കിൽ കൂടിയാണ് നമ്മൾ ഫോറസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മലകളുടെ ഇടയിൽ കൂടി, പാം ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടി. ഇതേ കണ്ട പാം ഫോറസ്റ്റ്, ചെടികള്, പ്ലാന്റേഷൻസ്. ഫോറസ്റ്റ് എന്ന് പറയുന്നത് ക്യാമൽസ് ഉണ്ടോ ഇതിന്? കണ്ടോ? നിന്റെ മുഖത്തെന്താ ഒട്ടിച്ചു വെച്ചേക്കുന്നത് നീ? അതായിരുന്നു ഉണ്ടായിരുന്നെ. എന്താ സംഭവം? ക്ലോക്ക് ടവർ ഓപ്പൺ. അത്ര ഹൈറ്റൊന്നും ഇല്ലല്ലോ അതിന്. ഹൽവ such a beautiful place. അല്ലേ? ഇതിന് ഇഷ്ടമായടാ? ഇഷ്ടമായി. നല്ല വെയിലുണ്ട് പുറത്ത്. That is the only ബിരിയാണി മേടിച്ചിട്ടായിരിക്കും വന്നത്. നമ്മള് ചോറ് പതിഞ്ഞെടുത്തിട്ടില്ലേ? ചമ്മന്തി വെച്ചു. വേണ്ട, വിശക്കുന്നില്ല. I need a juice. മറ്റേ ഇത് എന്താന്ന് പറയാ, ഇവിടെ ഇത്ര തിരക്ക്, അവിടെ തിരക്ക് കണ്ടിട്ട് ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വന്നേക്കും. ഞാൻ അപ്പഴേ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഹാങ്ങിങ് ഗാർഡനിൽ അല്ലാന്ന്, അവിടെ തിരക്ക് കാരണം വന്നേക്കുന്ന ഇങ്ങോട്ട്, അല്ലാതെ വേറൊന്നല്ല. അങ്ങനെ ഞാൻ ക്യൂ നിന്നിട്ട് ടിക്കറ്റ് എടുത്തത് കേട്ടോ. അഡൽസിന് 15 ദിറംസ്, കുട്ടികൾക്ക് 14 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അങ്ങനെ നമ്മൾ എൻട്രായി. നല്ല ചൂടുണ്ട്. എന്താ ഇരിക്കുന്നത്? Green turtles are the most common turtle in Kalba, and almost all seen here are juveniles. Kalba is a particularly important developmental ground for young turtles, providing shelter and helping many to mature within the protected channels. A green turtle can live up to 80 years. 80 വയസ്സ് വരെ ജീവിക്കും green turtle. Wow. ഇന്നൊന്ന് കറങ്ങുമോ? How beautiful you are. Let me see. ഫോറസ്റ്റിന്റെ ഫ്രണ്ടിലെ മ്യൂസിയത്തിന്റെ അവിടെ എത്തിയാട്ടോ നമ്മള്. അണ്ടർ ദ patronage of His Highness Sheikh Dr. Sultan bin Muhammad. കേട്ടോ ഫ്രണ്ട്സ്, ഇക്കൊക്കെ ഇവിടെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. Let me read it. ഇവിടെ ഫോൺ അലൗഡ് ആണോ? ഇതിൽ നടന്ന് ഞാൻ നല്ലൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മളിതേ മ്യൂസിയത്തിന്റെ ഉള്ളിൽ എത്തി കേട്ടോ. ഇതിൽ ഷെല്ലും കുറച്ച് ലീവ്സും കോറൽസും പിന്നെ എന്തോ സ്പൈസസും ഇട്ടിട്ടുണ്ട്. ഓക്കെ, മൈക്രോ കമ്മ്യൂണിറ്റി സ്ലോലി റീസൈക്കിൾസ് ഓർഗാനിക് വേസ്റ്റ് ഗ്രാജുവലി ബ്രേക്കിംഗ് ഡൗൺ ദി സ്മോളർ പോട്ട്സ്. ഇറക്കിക്കാം. ഇന്ന് കറക്റ്റ് ആക്കി വെക്കാം. ഇന്ന് സ്റ്റോപ്പ് ചെയ്യതേ, ഫോട്ടോ എടുക്കട്ടെ. വാവ്, ബ്യൂട്ടിഫുൾ റൈറ്റ്. ഇത് നോക്കി, ഇത് കണ്ടോ, ഇത് സ്നെയില്. ഇത് ട്രേയെ പിടിക്കാൻ നേരത്തെ മാത്രം അത് ഓപ്പൺ ആക്കിയിട്ട് ട്രേ ട്രാപ്പ് ചെയ്യും. അപ്പോൾ അതിന് ഓക്സിജൻ കിട്ടാതെ ചത്തു പോകും. എന്നിട്ട് അത് കഴിക്കും. അപ്പുറം കാണിച്ച ഷെല്ല് കാണിക്കുമെന്ന്.
ഓക്കെ, പല ഡിസൈനിലുള്ള ഷെല്ല്. ഇത് കണ്ടോ, ഇതെവിടുന്നാ? ഇത് ഔട്ട്സൈഡിൽ നിന്നാ. സെയിം ഷെല്ല. ഇത് മറ്റേ ഉപ്പിന്റെ ചതുപ്പുകൾ, സോൾട്ട് മാർസസ്. അവിടെ സീ വാട്ടറിനേക്കാളും കൂടുതൽ ഉപ്പായിരിക്കും ഈ ഉപ്പിന്. ഇതിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പ്ലാന്റ്സിന് സർവൈവ് ചെയ്യാന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ ചതുപ്പുകളുണ്ട് ഉപ്പിന്റെ. Meet the halophytes. There are small of the hardest plants. These are some of the hardest plants. Okay. ഇന്ന് ഫിഡ്ലർ ക്രാബ് കണ്ടോ? എവിടെ? ഞാൻ കണ്ടില്ല. ഇത് പഫർ ഫിഷ് ആണോ? അതിന്റെ പേരെന്താ? ഫിഡ്ലർ. ഫിഡ്ലർ ക്രാബ്. ഫ്രിഞ്ച് ടോയിഡ് ലിസാർഡ്സ് ആണ്. ഇതിന്റെ പേരാണ് ഫ്രിഞ്ച് ടോയിഡ് അല്ല ലിസാർഡ്. ഒരുത്തിന്റെ മേത്തുകൊണ്ട് പ്ലാസ്റ്റിക് കവർ. അതെ, കൽബയുടെ പ്രത്യേകതയാണ് കേട്ടോ കാണാനായിട്ട്. കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫിഷാണ് കേട്ടോ, മഡ് സ്കിപ്പർ. ഓ, മഡ് സ്കിപ്പർ ഏറ്റവും വലിയ ഒരെണ്ണം. പക്ഷെ മഡ് സ്കിപ്പർ പറയുന്നുണ്ടല്ലോ, എനിക്കതിന് മണ്ണിൽ നിന്ന് സ്കിപ്പ് ചെയ്യും. ഇപ്പൊ കേട്ടവൻ നമ്മളിത് ഇരുട്ടിലേക്ക് കയറാണ്. ഇവിടെ എന്താ? What is that? Oh my god. Wow. ഇന്ന് ചോദിക്കല്ലേ, ഇന്ന് ഹോസ്പിറ്റലിൽ കാണില്ലേ സക്കർ ഫിഷ്? അതിന്റെ ബിഗ് ആണത്. സക്കർ ഫിഷ് അല്ല, അത് വേറെ സാധനമാണ്. ചെല്ലിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അത് അനങ്ങുന്നുണ്ടോ? സ്റ്റാർ ഫിഷ് ഉണ്ടോ? ഇത് മറ്റേ സാധനമാണ്, കുക്കുംബർ, സീ കുക്കുംബർ. ഇതൊക്കെ അനങ്ങുന്നുണ്ട്. അവന്റെ ക്ലിയർ ആവുന്നില്ല അല്ല. മറ്റേതിലിടെ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സ്റ്റാർ ഫിഷ്. ഈ സ്റ്റാർ ഫിഷ് നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. മറ്റേതൊക്കെ വേറെ കൈൻഡ് ഉണ്ട്. കാലും ഉണ്ടോ സ്റ്റാർ ഫിഷിന്റെ കണ്ടോ? സിലിയാസ്. ഇതിന്റെ സിലിയ ഉണ്ടോ? ഇതാണ് സിലിയ പറഞ്ഞ സിലിയ. ഇതൊക്കെ സീ കുക്കുംബർ പോലുണ്ട്, പക്ഷെ സക്കർ ഫിഷ് പോലുണ്ട്. സീ കുക്കുംബർ അല്ല, ഇതാണ് സീ കുക്കുംബർ. ഇത് ബ്രൗൺ സീ കുക്കുംബർ ആണ്. അതിന്റെ ബാക്കിൽ പപ്പ ഇത് നോക്കിയേ, ചെയ്തിട്ട് വന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോ ഫിഷ് മുഴുവൻ കഴിക്കുന്ന ആ സാധനം. ഇതിന്റെ പേരെന്താ? ഇതിന്റെ കണ്ണാണ് കേട്ടോ തിളങ്ങിയിരിക്കുന്നത്. 5 കണ്ണുണ്ട് ഇതിന്. ആണ് കണ്ണല്ല, കണ്ണല്ല, അതിന്റെ എന്തോ തിളങ്ങുന്നതാണ്. പല നമ്മൾ പക്ഷെ എപ്പോഴും അതിനെ കാണാറുണ്ട്, എല്ലാ അക്വേറിയത്തിലും കാണുന്ന ഫിഷ് തന്നെയാണ്. ആവോലി അല്ലേ? പിടിച്ചോണ്ടായല്ലോ. മറ്റേ വണ്ണുള്ള മീനൊന്നും
ക്ലൂ നോക്കിയപ്പോൾ ബാക്കിൽ കരിമീൻ പൊരിച്ചതിൻ്റെ ഇവൻ ഉറങ്ങുവാണോ? ആർ യു സ്ലീപ്പിംഗ് മാൻ? എന്ന് ചോദിച്ചേ ആർ യു സ്ലീപ്പിംഗ്? മോളിലിരിക്കുന്ന നോക്കി അടുത്ത് അവൻ ഉറങ്ങുവാണ്. അവനെ വിളിച്ചിരിക്കാം. എന്താ അടിയിൽ ആരാടാ അവനിരിക്കുന്നത്? അവൻ കേവിന്റെ ഉള്ളിലാ. ഇതൊക്കെ അവൻ കരഞ്ഞ പോണ. എന്താടാ അവൻ റെയിൻബോ? വാ, കണ്ടോ റെയിൻബോനെ? കണ്ടോ? ആണോ? സ്വിമ്മ് ചെയ്യാതെ പറഞ്ഞേ. സ്വിമ്മ് ചെയ്യാ. അവനെ കണ്ടോ വന്നപ്പോ നോക്കുന്ന മുകളിലിരിക്കും. ഇവിടെ എത്ര പരിപാടി എടുക്കുമ്പോൾ ഇതേപോലത്തെ റൗണ്ട് ഉണ്ട് കേട്ടോ. പക്ഷെ ഇരുട്ടാ ഒന്നും കാണാൻ പറ്റുന്നില്ല. അത് ഇങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്കള്ളുണ്ട്. വലിയ വലിയ ഫിഷിൻ്റെ സ്കള്ളുണ്ട്. കാണാൻ പറ്റുമോ? ഇതിൽ കാണാം. ഇതായിട്ട് കാണാൻ പറ്റും. അതിന്റെ ലൈറ്റ് ഓഫ് ആണ്. വാവ്, ബിഗ് ക്രാബ്. എടാ സ്വിച്ച് ഇട്ടാ മതിയടാ. ആ ഒരു സാധനല്ലേ? മറ്റേ നമ്മള് സീൽ പൊട്ടിക്കുമല്ലോ, ആ സാധനമാണ്. അതായത് സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ ചെയ്ത് പോണവർ ഇങ്ങനെ പൊട്ടിക്കുമല്ലോ ഫിഷിന് തീറ്റ കൊടുക്കാൻ. അതിന്റെ പേരാണ് അത് അർച്ചിൻ. നമ്മൾ ആദ്യം കണ്ടില്ലേ? ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് റെയിൻബോ. കണ്ണു നോക്കിയടാ അവന്റെ ബ്ലൂ ഐസ്. ഇനി പപ്പ സ്പീഡാക്കും. ഇനി പപ്പ ഇപ്പൊ സ്പീഡിൽ ഓടി രക്ഷപ്പെടും. ഇന്ന് തോളത്ത് കയറി. ഓഷ്യൻ വേസ്റ്റ് ഡസ് നോട്ട് ഡിസപ്പിയർ എന്ന് പറഞ്ഞേക്കുന്ന സാധനങ്ങളാണ്. നമ്മൾ വല വീശുമ്പോൾ ഉപയോഗിക്കുന്ന നെറ്റ്സ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, അതിൻ്റെ കൂടെയുള്ള പഞ്ഞി പോലത്തെ ഐറ്റംസ്, പ്ലാസ്റ്റിക്സ്, ഇവൻസ്, ഇങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ. ഓപ്പൺ ചെയ്തിട്ട് വേണം. അല്ല, ഇത് സൂം ചെയ്യാനാണോ? ഇതോ? ഇത് മാഗ്നിഫൈ ചെയ്യാനല്ലേ? വീണ്ടും മാഗ്നിഫയറിൽ കൂടി നോക്കുകയാണ്. പക്ഷെ ഇത് ഫുള്ള് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? പപ്പ പഠിക്കാൻ പോവാണ്. നോക്കാനല്ലേ എന്റെ ഫേസ്. വാവ്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ആണ് കേട്ടോ. 10 മിനിറ്റേ ഉള്ളൂ ടൈം. പക്ഷേ കുട്ടികൾ ക്രാഫ്റ്റ് ചെയ്യുന്നതാണ്. ഇത് ടോട്ടസും പിന്നെ ഇത് നോക്കിയാണ്. ടോട്ടസ് ഇതുപോലെ ഉണ്ടാക്കാം, ക്രാബ് ഉണ്ടാക്കാം, പെയിന്റ് ചെയ്യാം. ഇത് നോക്കി ഇതിന്റെ സ്കൂളിലുണ്ട് അല്ലേ? ഇങ്ങനെ ടീച്ചർ ചെയ്യില്ലേ? Eyes, the body. Okay. Are you okay? You can put the same color tummy or the different color. What is the eyes color? I think dark color is better. Yeah, you can put it there. Make it fast, quick. Make it fast, otherwise they will take. Yeah. Yes. നീ ഏത് കളറാ? ഇതിനെ കാണിച്ച ടർട്ടിലിനെ കാണിക്കേ. രണ്ട് കൈയിലും കൊണ്ട് പിടിക്ക്. ടർട്ടിൽ. ഐസ് ഉണ്ടായിരുന്നു. ഐസ്.
ഇന്നെന്താ ബാഗ് കിട്ടിയാ നോക്കട്ടെ ക്യാമോ പപ്പ ഫൈനലി ഐസ് വെച്ച് കൊടുക്കും എന്ത് വാ പസ്സിൽ കിട്ടി വേറെന്താ ഉള്ള വേറൊന്നുമില്ല ബാക്കിലിട്ടോ ഇങ്ങനെ ഇട്ടോ പുറത്തിട് ബാഗ് നോ എന്താ അത് ടട്ടിലാണോ അത് ഓക്കെ ഇത് ടട്ടിലാണ് അല്ലേ സെയിം ആണോ ഇതിന്റെ സെയിം ടട്ടിലിനെ കണ്ടോ ബിഗ് വൺ so slow same ഗ്രീൻ ടട്ടിലും അതുപോലെ തന്നെ ഗ്രീൻ ടട്ടിൽ ആൻഡ് ലോഗർ ഹെഡ് ടട്ടിൽസും ഉണ്ട് പക്ഷെ കാണാൻ പറ്റില്ല വെള്ളം ചാടുന്നുണ്ട് പക്ഷെ കാണില്ല ഇതിൽ വീഡിയോയിൽ കാണുന്നില്ല Ask a question, Anu. What is the difference between turtle and tortoise? Para. Coastal bird, station, bird, Feeding station. mangrove trails, station. കുറേ സാധനം ഉണ്ടല്ലേ കാണാനായിട്ട് ഇനി അങ്ങോട്ടേക്ക് പോകണം അങ്ങ് പോണത് എവിടെയാ പാർക്കിലാ അപ്പൊ അവിടെ പോവാം ഫസ്റ്റ് ഇവിടെ അതിൻ്റെ അകത്ത് വേറെ ഉടുപ്പ് മാറാൻ എടുത്തില്ല ഇന്നു പോയത് നമുക്ക് അപ്പുറം പോവാം ബാ ഇന്നു ബാ ഇന്നു ബാ ഞാൻ പോവാ ഫോട്ടോ അല്ല വീഡിയോ വാ അറേബ്യൻ കോളേഡ് കിങ് ഫിഷർ ഇവിടെ ഈ കാണുന്ന ബേർഡ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ ഫോൺ അലൗഡ് അല്ല ഒന്നും ഒബ്സർവേറ്ററി ഒന്നും വച്ചിട്ടും ഇല്ല വെറുതെ ഇവിടെ നിന്ന് നോക്കിയാൽ എങ്ങനെ കാണും നമ്മള് ഹൗ വി വിൽ സീ എങ്ങാനും ഒരെണ്ണം വന്നാലായി ഇവിടെ കാണാനൊന്നും പറ്റില്ല കേട്ടോ പറ്റിക്കൽ പരിപാടിയാ എവിടെ ഇതിന്റെ പ്രശ്നങ്ങൾ തുടങ്ങി ഇന്ന് ഹീലുള്ള ചെരുപ്പിട്ടോണ്ട് അടുക്ക ആരാ പറഞ്ഞേ ബേബീസിന് ഹീലുള്ള ചെരുപ്പിടാൻ പാടില്ല ഓ ഇത് ശരിക്കും ചതുപ്പാണ് ഉപ്പിന്റെ ചതുപ്പ് ആണോ സോൾട്ടി ആ ചതുപ്പാണ് പക്ഷെ നിറച്ച് ഉപ്പുമയാണ് എന്നിട്ടും ഈ കണ്ടൽക്കാടുകൾ തഴച്ചു വളരുന്നു ഇവിടെ ആക്ച്വലി ഇതേപോലത്തെ പാത്മയുണ്ട് നടക്കാനായിട്ട് പിന്നെ ഒബ്സർവേറ്ററീസ് ഉണ്ട് ആദ്യം കണ്ടാൽ ഇടയ്ക്കിടയ്ക്ക് ഒബ്സർവേറ്ററീസ് ഉണ്ട് ബേർഡ് ഒബ്സർവേറ്ററി ബേർഡിനെ കാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് സമാധാനമായിട്ട് ഇരുന്ന് കാണുക അല്ലാതെ ഒബ്സർവർ ഒന്നും ഇല്ല അല്ലേ ഒബ്സർവേറ്ററീസ് ഒന്നും ഇല്ല ഡിവൈസസ് ഒന്നും ഇല്ല ഇവിടെ നോക്കുമ്പോഴത്തേക്കും എന്ത് കണ്ടോ സ്നെയിൽസ് അവിടെ നമ്മൾ തിരിച്ചു വന്ന് ഇനി കിങ് ഫിഷർ അപ്പിയറി മാംഗ്രോ ട്രെയിൽ ഇതിൻ്റെ ബേർഡ്സും ഇതൊക്കെയാണ് തോന്നുന്നു നമ്മൾ ഓൾമോസ്റ്റ് വി ആർ ഡെഡ് നല്ല ചൂടുണ്ടായിരുന്നു ഒത്തിരി നടക്കാനുണ്ടായിരുന്നു വാ നൈസ് പോയിന്റ് ഇതേതാ പാപ്പ ബേർഡ് ഇത് നല്ല സീഡ് സ്മെല്ലുണ്ട് എല്ലാത്തിൻ്റെ കാലില് നോക്കിയേ റിങ് ഇട്ടേക്ക് നോക്കിയേ സെൻസർ ആണല്ലേ ലുക്ക് ലൈക്ക് ഡക്ക് ഗ്ലാസ്സിൽ നോക്കി ഗോൾഫ് കാർ We are going back. Bye bye. അങ്ങനെ നമ്മൾ തിരിച്ചു പോകണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ടിക്കറ്റ് ഇല്ല പക്ഷേ ഈവൻതോ അവർക്ക് ആ ഒരു എഡ്യൂക്കേഷൻ ഏരിയയിൽ പോയി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ബാഗ് ഗിഫ്റ്റ് കിട്ടും
ഉള്ളിൽ പസിലും ടോയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഓർക്കേണ്ട, കുട്ടിയായിട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഒരു ഷോപ്പ് പോലും ഇല്ല ഫുഡ് വാങ്ങാനായിട്ട്. നമ്മൾ കണ്ടില്ല കേട്ടോ, ഉണ്ടോ എന്നറിയില്ല, നമ്മൾ അത്രയും നടന്നിട്ടും നമ്മൾ കണ്ടില്ല കഫ്തീരിയ ഒന്നും. അപ്പോൾ ഉറപ്പായിട്ടും വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഒത്തിരി നടക്കാനുണ്ട്. ഗോൾഫ് കാറിൽ പോകുന്നത് ഒരു പരിധി വരെയാണ്, ഉള്ളിൽക്കൂടിയൊക്കെ ഒത്തിരി നടക്കാനുണ്ട്. നമ്മൾ പകുതിയിലധികം കാര്യങ്ങൾ കണ്ടില്ല. കാരണം ഇന്നും അപ്പോഴേക്കും ദേഷ്യപ്പെട്ട് കരഞ്ഞൊക്കെ തുടങ്ങിയത് കൊണ്ടിട്ട് നമ്മൾ, പിന്നെ നല്ല ചൂടുള്ളത് കൊണ്ടിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ച് തിരിച്ചു പോന്നു. ഇത്രയൊക്കെ നടന്നുള്ളൂ. കാല് പൊട്ടി നടന്ന് അത്രയ്ക്കും വേസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നോർക്കുക. നമ്മളിനി നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചിലതിൻ്റെയൊക്കെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.